ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ടും നമ്മളിന്ന് കുറച്ച് അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്കിന്ന് നോക്കാം. അതായത് മെയിനായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, അതേപോലെ കുറച്ച് നമ്മൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട്, ടെൽ മീ അബൌട്ട് യുവർ അക്കൗണ്ടിങ് എക്സ്പീരിയൻസ്. എല്ലാ ഇൻ്റർവ്യൂവിനും നമ്മൾ ചിലപ്പോൾ ആദ്യം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, ഒരുപക്ഷെ നമ്മൾ എക്സ്പീരിയൻസ് അധികം ഇല്ലാത്തവരായിരിക്കാം, ഉള്ളവരായിരിക്കാം. അപ്പോൾ നമ്മൾ വളരെ കരുതലോടെ പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ഈ ഒരു ആൻസർ. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കണം, ഓക്കെ, എനിക്ക് 3 വർഷത്തെ അല്ലെ 1 വർഷത്തെ അല്ലെ 2 വർഷത്തെ അക്കൗണ്ടിങ് എക്സ്പീരിയൻസ് ഉണ്ട്. ഇതിൽ 2 വർഷം ഞാൻ ഒരു ചെറിയ കമ്പനി, മീഡിയം സൈസ് കമ്പനിയിലായിരുന്നു. ഞാൻ കുറച്ച് നാൾ ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ചെയ്ത സമയത്തൊക്കെ എനിക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുവാൻ, അക്കൗണ്ടിങ് റെക്കൺസിലിയേഷൻ ചെയ്യുവാൻ, അക്കൗണ്ട്സ് പേയബിൾ ഹാൻഡിൽ ചെയ്യുവാൻ, അല്ലെങ്കിൽ അക്കൗണ്ട്സ് റിസീവബിൾസ് ഹാൻഡിൽ ചെയ്യുവാൻ, അല്ലെങ്കിൽ ഒരു വലിയ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് മാറാൻ, അതേപോലെ നിങ്ങൾ ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണ്, ഇപ്പം ടാലി ആണോ, ക്വിക്ക് ബുക്സ് ആണോ, സാപ്പാണോ, ഏതാണോ നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് അതിനെപ്പറ്റി പറയുവാനൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോകുവാൻ. രണ്ടാമത്, എക്സ്പ്ലെയിൻ യുവർ നോളജ് ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ അതിൽ ചോദിക്കും, നിനക്ക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ പറ്റിയൊക്കെ എന്തൊക്കെ അറിയാം. അപ്പോൾ എനിക്ക് ഗ്യാപ്പ് അറിയാം, ഓക്കെ, അതേപോലെ ഒരു ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ് ഏതൊക്കെ രീതിയിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതേപോലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഫൈനാൻഷ്യൽ കൺട്രോളിങ്, ഒരു ഇൻറ്റേർണൽ കൺട്രോൾസ് എന്തൊക്കെ വേണമെന്ന് എനിക്കറിയാം. അതേപോലെ ഫൈനാൻഷ്യൽ ഇൻഫർമേഷനും അതിൻ്റെ ഇൻറ്റഗ്രിറ്റിയും ഒക്കെ ഉറപ്പാക്കുക, അതിനെപ്പറ്റിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നമുക്ക് എന്താണോ നമ്മൾ പൊതുവെ അക്കൗണ്ടിങ്സിൽ നമ്മൾ ശ്രദ്ധിക്കാറുള്ള കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ അവരോട് പറയുവാൻ പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ഞാൻ ഈ പ്രിപ്പയർ എന്ന് പറയുന്ന വാക്ക് എപ്പോഴും ഉപയോഗിക്കുന്നതിന് കാരണം, എൻ്റെ കമ്പനിയിലാണെങ്കിലും ഞാൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം എനിക്ക് കാണാൻ സാധിക്കും, ആരും പ്രിപ്പയർ ചെയ്യാതാണ് വരുന്നത്. ഒരുപക്ഷെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ജോലി കിട്ടും. കാരണം ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത് എപ്പോഴും അവർക്ക് ഒരാളെ എടുക്കാൻ വേണ്ടിയാണ്, ചുമ്മാ ആരും സമയം കളയത്തില്ല. അപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്ത് മാക്സിമം നന്നായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. നെക്സ്റ്റ്, ഹൗ ഡു യു അപ്രോച്ച് പ്രോബ്ലം സോൾവിങ്. അപ്പം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളതെങ്ങനെ പരിഹരിക്കും, അതിനെപ്പറ്റിയാണ് അവർ ചോദിക്കുന്നത്. അപ്പം ആദ്യം തന്നെ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അതിൻ്റെ റൂട്ട് കോസ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യും, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട റിലവൻറ്റ് ഡേറ്റ ഞാൻ അനലൈസ് ചെയ്യും. എന്നിട്ട് അതിനകത്ത് എന്താ പ്രശ്നം പറ്റിയെന്ന് ഞാൻ കണ്ടെത്തും. അതേപോലെ അതിൻ്റെ സൊല്യൂഷൻസ് ഞാൻ ജനറേറ്റ് ചെയ്യും. എന്നിട്ട് ആ സൊല്യൂഷൻ ഞാൻ 2-3 സൊല്യൂഷൻസ് ഞാൻ നോക്കും, അതിനകത്ത് ബെസ്റ്റ് സൊല്യൂഷൻ ഞാൻ അപ്ലൈ ചെയ്യും. അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് അവരെ കൺവിൻസ് ചെയ്യുവാൻ സാധിക്കും. വാട്ട് ഈസ് യുവർ അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഐ ലൈക്ക്. നിങ്ങൾ മികച്ച ശ്രദ്ധയുള്ളവനാണോ എന്നാണ് അവരടുത്തത് ചോദിക്കുന്നത്. അല്ലെങ്കിൽ മറ്റാർക്കും കാണാൻ പറ്റാത്ത എറേഴ്സ് നിങ്ങൾക്കത് കണ്ടുപിടിക്കുവാൻ സാധിക്കുമോ എന്നാണ് ഈ ചോദ്യത്തിന് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പറയണം, അറ്റൻഷൻ ടു ഡീറ്റെയിൽ എൻ്റെ പ്രധാന കഴിവുകളിലൊന്നാണ്. ഓക്കെ, നമ്മൾ എത്രത്തോളം നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടെന്ന് അത് നിങ്ങൾക്കറിയാം. എന്നാലും നിങ്ങൾ പറയുമ്പോൾ അത് നമ്മുടെ പ്രധാന കഴിവാണ്. അതേപോലെ നിങ്ങൾ അക്കൗണ്ട്സിൽ ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരാളായിരിക്കണം ജോലി കിട്ടിക്കഴിഞ്ഞിട്ട്. ഓക്കെ, ഇൻ കേസ് ശ്രദ്ധ കുറവുള്ള ആളാണെങ്കിൽ ശ്രദ്ധയുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. അപ്പോൾ നമ്മൾ പറയുക, അറ്റൻഷൻ ടു ഡീറ്റെയിൽ എൻ്റെ പ്രധാന കഴിവുകളിലൊന്നാണ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റിവ്യൂ ചെയ്യുമ്പോൾ ആക്യുറസി, അതേപോലെ കംപ്ലയൻസ് ഒക്കെ ഞാൻ എൻഷുർ ചെയ്താണ് പോകുന്നത്. നന്നായിട്ട് അതെല്ലാം ശ്രദ്ധിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതേപോലെ അക്കൗണ്ടിങ് റെക്കൺസിലിയേഷൻ ചെയ്യുമ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അതിൻ്റെ തെറ്റുകൾ കണ്ടുപിടിച്ചത് ശരിയാക്കാൻ ശ്രമിക്കുന്ന ഒരാളുമാണെന്ന് പറയുക. സോ ഇങ്ങനെയൊക്കെയുള്ള ആൻസേഴ്സാണ് നമ്മൾ പ്രധാനമായിട്ടും കൊടുക്കേണ്ടത്. എപ്പോഴും നമ്മുടെ കീ അച്ചീവ്മെൻറ്റ്സ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം. ഓക്കെ, അതായത് പ്രോസസ്സ് സ്ട്രീംലൈൻ ചെയ്യുക, പുതിയ സിസ്റ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളാണ്. കോസ്റ്റ് സേവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സിനെ നിങ്ങൾ മുന്നോട്ട് കാണിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ ഡെമോൺസ്ട്രേറ്റ് വേഴ്സറ്റാലിറ്റി. ഓക്കെ, ബുക്ക് കീപ്പിംഗ് മുതൽ ഫൈനാൻഷ്യൽ അനാലിസിസ് വരെയുള്ള
വിവിധ അക്കൗണ്ടിങ് ടാസ്ക് ഹാൻഡിൽ ചെയ്യുവാൻ കഴിവുള്ള ഒരാളാണ് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം. അതേപോലെ കമ്മ്യൂണിക്കേഷൻ, എംഫസൈസ് സോഫ്റ്റ് സ്കിൽസ്. എന്തൊക്കെ സോഫ്റ്റ് സ്കിൽസ് ഉണ്ട്? കമ്മ്യൂണിക്കേഷനുണ്ട്, മറ്റുള്ളവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ, ടീമുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുവാൻ പറ്റും, പ്രോബ്ലം സോൾവിങ് ഉണ്ട്, എന്നിവയുള്ള നമ്മുടെ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ട കുറച്ച് സോഫ്റ്റ് സ്കിൽസ് ഉണ്ട്. അതിനെ നമ്മൾ ഉയർത്തി കാട്ടുവാൻ ശ്രമിക്കുക. ഡിസ്കസിങ് യുവർ നോളജ് ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. നിങ്ങൾക്ക് എന്തൊക്കെ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടിങ് പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളെ ഹൈലൈറ്റ് ചെയ്യാൻ സാധിക്കണം. ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്, ഇൻറ്റേർണൽ കൺട്രോൾസ്, ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്, ടാക്സ് കംപ്ലയൻസ്, ഇതൊക്കെ നമുക്ക് വേണ്ടതാണ്. ഇന്ത്യയിലൊക്കെയാണ് ടാക്സ്, ഓഡിറ്റൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓഡിറ്റ് എല്ലായിടത്തും ഇമ്പോർട്ടൻ്റ് ആണ്, ടാക്സ് ഇന്ത്യയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്തണം. അടുത്ത പോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പ്രോബ്ലം സോൾവിങ് അപ്രോച്ച് എങ്ങനെയായിരിക്കണം, ഐഡൻറ്റിഫൈ ദ ഇഷ്യൂ, അനലൈസ് ദ ഡേറ്റ, ഡെവലപ്പ് സൊല്യൂഷൻസ്, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അവരോട് പറയണം. അതേപോലെ ടേക്കിംഗ് അറ്റൻഷൻ ടു ഡീറ്റെയിൽസ്, നമ്മൾ നന്നായിട്ട് റിവ്യൂ ചെയ്യും, നമ്മൾ ആ പ്രോസസ്സ് ചെക്ക് ചെയ്യും, എററിനെ ഐഡൻറ്റിഫൈ ചെയ്യും, അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കും. അതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അടുത്ത അഡ്രസ്സിങ് ക്വസ്റ്റ്യൻസ് അബൌട്ട് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ആക്റ്റീവ് ലിസണിങ്, സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ കൺസേൺ ശ്രദ്ധയോടെ കേൾക്കാനും ക്ലാരിഫയിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുമുള്ള നിങ്ങളുടെ കഴിവ് കാണിക്കുക. അതായത് നമ്മുടെ ഓണേഴ്സിന് വേണ്ടപ്പെട്ട അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കുവാൻ തക്കവണ്ണം നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഉള്ള ഒരാളായിരിക്കണം, അതിന് കഴിവുള്ള ഒരാളായിരിക്കണം നമ്മളെപ്പോഴും. നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, നമ്മളത് കാണിച്ചു കൊടുക്കണം. ക്ലിയർ എക്സ്പ്ലനേഷൻസ് ആയിരിക്കണം. കോംപ്ലക്സ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ടേംസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള കഴിവ് എംഫസൈസ് ചെയ്യുക. അതായത് നമുക്കൊരു കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ മാനേജറിനോടോ അല്ലെങ്കിൽ നമ്മുടെ ഓണേഴ്സോ ഒന്ന് ചോദിക്കുമ്പോഴേ നമുക്ക് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിവുള്ള ഒരാളാണെന്ന് നമ്മളെ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് നമ്മളത് നന്നായിട്ട് കാണിച്ചു കൊടുക്കണം. ഓക്കെ, കൊളാബറേറ്റീവ് അപ്രോച്ച്, മറ്റു ടീമുകളോട്, അതായത് നമ്മൾ ഇപ്പം അക്കൗണ്ടിങ് ടീം, അതേപോലെ ഓപ്പറേഷൻ ടീം, അല്ലെങ്കിൽ പർച്ചേസിങ് ടീം, അങ്ങനെ അവരുമായിട്ടൊക്കെ നന്നായിട്ട് ഇടപെടാൻ കഴിയുന്ന ഒരാളാണെന്നുള്ള ഒരു കഴിവ് നമ്മൾ ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് തന്നെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നവരായിരിക്കണം. അപ്പം നമ്മൾ പ്രിപ്പയറിങ് ഫോർ ദ ഇൻ്റർവ്യൂ ടിപ്സ് ആൻഡ് സ്ട്രാറ്റജീസിനെ പറ്റി നമ്മൾ നോക്കിയാൽ നമ്മുടെ കമ്പനിയെപ്പറ്റി നന്നായിട്ട് റിസർച്ച് ചെയ്യുക. അതേപോലെ നമ്മുടെ റെസ്പോൺസസ് എന്തൊക്കെയാണ്, ഞാനിപ്പോൾ ഈ പറഞ്ഞതും നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള നോട്ട്സൊക്കെ വെച്ചിട്ട് നിങ്ങൾ നല്ല ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്തത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കീപ്പ് ഓൺ പ്രാക്ടീസിങ് യുവർ ആൻസേഴ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ആൻറ്റിസിപ്പേറ്റ് ക്വസ്റ്റ്യൻസ്, അവരെന്തൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ആ കമ്പനിയുടെ ഒരു എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, അവരുടെ വർക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക, പ്രതീക്ഷിക്കുക, എന്നിട്ട് അത് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. അതേപോലെ നിങ്ങൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് പ്രൊഫഷണലായിട്ട് ഡ്രസ്സ് ചെയ്ത് പോവുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ജനറലായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ധൈര്യമായിട്ട് കോൺഫിഡൻ്റായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കും, ജോലി കിട്ടുവാനും ഇടയായിത്തീരും. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.